അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ പറ്റിയിട്ടുള്ള കാര്യമില്ല, എന്നാൽ ഏറെക്കുറെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, എനിക്കിങ്ങനെ ഉണ്ടായിട്ടാണോ ഇത് പറയുന്നതെന്ന് വെച്ചാൽ അല്ല. ഞാൻ പറയാൻ വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ നല്ലത്? ഞാൻ ആദ്യമേ പറയുന്നു കേട്ടോ, എനിക്കങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. എനിക്ക് എന്നെപ്പോലെ ഡിസേബിൾ ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങളെപ്പോലെ നോർമൽ പേഴ്സൺ ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ മാരീഡ് ഉണ്ട്, മാരീഡ് ആയവരുണ്ട്, മാരീഡ് അല്ലാത്തവരുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട്, ഞാനും മനുഷ്യനാണല്ലോ, കുറേ ലോക വിവരമൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് കുറച്ചൊക്കെ അറിവ് എനിക്കും ഉണ്ടല്ലോ. അറിവല്ല, അറിയുന്നത്, കുറേ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള അറിവ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ ആളുകൾ പറയുന്നുണ്ട് എന്തിനാ ലവ് മാരേജ്, പിന്നെ നല്ലത് അറേഞ്ച്ഡ് അല്ലേ. ചിലർ പറയുന്നത് ലവ് മാരേജാണ് നല്ലത്, അറേഞ്ച്ഡ് അല്ല, പരസ്പരം മനസ്സിലാക്കി ഇതാക്കുന്നതല്ലേ, അതുകൊണ്ട് ലവ് മാരേജാണ് നല്ലത്, നല്ല കാര്യമാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് ചിലർ പറയുന്നത് തെറ്റാണ്. ഞാൻ പറയുന്നത് ഇത് രണ്ടുമല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്നേഹം എന്ന് പറയുന്നത് എന്താ, പരസ്പരമുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം തകർന്നാൽ എല്ലാം കഴിഞ്ഞു. ശ്വാസം നിലച്ചാൽ നമ്മളില്ലാന്ന് പറയുന്ന പോലെ നമ്മളിൽ ഒരാളിൽ അർപ്പിക്കപ്പെട്ട ഒരു വിശ്വാസം, അത് പാർട്ട്ണറാവണമെന്നില്ല, ആരായാലും ഒരാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് കഴിഞ്ഞു. ആ ബന്ധം പിന്നെ ഒരു അടിസ്ഥാനമില്ല. ഓടാത്ത വാച്ച് കൈ കെട്ടിയ അവസ്ഥയായിരിക്കും. അപ്പം ഞാൻ പറയട്ടെ, ഈ സ്നേഹം എന്ന് പറഞ്ഞത് ഒരുപാട്, ഇപ്പോൾ സ്നേഹം എനിക്കങ്ങനെ തോന്നില്ല. ഇപ്പോൾ ആത്മാർത്ഥ സ്നേഹം ഉണ്ടാവില്ല എന്നല്ല, ഒത്തിരി ഉണ്ട്, ഉള്ളവർക്ക് ഉണ്ടാവട്ടെ. പക്ഷെ ഒരു കളിയായിട്ട് തോന്നുന്നുണ്ട്, ഒരു ഗെയിമായിട്ട്. എന്താണെന്ന് വെച്ചാൽ, ചിലരുണ്ട് ഭയങ്കര വാചാലനാവും, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് 4 ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോ നടത്തുന്ന കുറച്ച് ആളുകളുണ്ട്. എന്നാൽ എന്നെപ്പോലെ സോഷ്യൽ മീഡിയയിലുള്ള വ്യക്തികളാണ് ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, പാട്ടവർക്കായി, വീഡിയോ അവർക്കായി, എന്നിട്ട് അത് എല്ലാവരും ഒന്ന് കാണട്ടെ, ഞാനിവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു ഡ്രാമ. ആ ഡ്രാമ ഒന്നും യഥാർത്ഥ സ്നേഹമല്ല. അവർ ഒന്നിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടാവും മറ്റേ ആൾക്കാരെ, എന്നിട്ട് അവരോട് പറയും നീയാണ് എനിക്ക്, എൻ്റെ മനസ്സിൽ വേറൊരു പെണ്ണില്ല. ഞാൻ ബോയ്സിനെ കുറ്റം പറയില്ല, പെണ്ണും കുഴപ്പമില്ല, പെണ്ണുണ്ട് ഇങ്ങനത്തെ ഇതേ സ്വഭാവം, ഞാൻ നിങ്ങളെ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ, എന്നാൽ വേറെ നോക്കുന്നവരുണ്ട്. അതിലൊക്കെ എവിടെ സ്നേഹം? പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച്, ഓക്കെ, നല്ല കാര്യം, ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് മരണം വരെ ജീവിക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യം തന്നെയാണ്. പിന്നെ അതിങ്ങനെ ജീവിതകാലം മുഴുവനും നമുക്ക് സന്തോഷം. ചിലർ പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അങ്ങനെ ഒന്നല്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ, നമ്മുടെ ഉർവശി പറയുന്നുണ്ടല്ലോ ഒരു സിനിമയിൽ, അങ്ങനെ പറ്റില്ല. നമ്മളും മനസ്സിലാക്കണം, ജീവിതമാണ്, പല പല പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ അതിജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരാളെ ഭാഗത്ത് മാത്രം തെറ്റ് കണ്ടെത്തി അങ്ങനെ പാടില്ല. പിന്നെ ചെമ്മൊക്കെ പറയുന്നുണ്ട്, പുറത്തു പോയി തന്നെ, അതായത് നമ്മളിപ്പൊക്കെ പല ഇതിലായിരിക്കും വരിക, കാരണം പുറത്തുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ അതിനനുസരിച്ച് വേണം നമ്മൾ മിണ്ടാൻ, സ്ത്രീകൾ സംസാരിക്കാൻ. ഒരേത് ഇതിലാണ് വരുന്നത് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, ചിലപ്പോൾ പുറത്ത് ജോലി പ്രഷർ കാരണം തന്നെ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ, മൂഡ് ഓഫ് ആയി വരുമ്പോൾ നമ്മളിങ്ങനെ ഇട്ട് പ്രഷർ കിട്ടുമ്പോൾ പറ്റില്ല അത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, അതിനനുസരിച്ച് വേണം നമ്മളും ഒന്ന് സംസാരിക്കാൻ. അതെൻ്റെ അമ്മ പഠിപ്പിച്ച പാടാണ്, അതൊക്കെ റെഡിയായിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ജീവിതകാലം മുഴുവനും നമ്മളെ സന്തോഷിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ അങ്ങനെയല്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പം എന്താ ദാരിദ്ര്യം, അല്ലെങ്കിൽ അന്ന് നിങ്ങളിങ്ങനെ, അതൊന്നുമല്ല ശരിക്കും ലൈഫ് എന്ന് പറയുന്നത്. നമ്മളെ ഏതൊരവസ്ഥയിലും നമ്മളെ മനസ്സിലാക്കാൻ പറ്റണം. ഇനിയിപ്പോൾ നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരാൾ കല്യാണം കഴിച്ചു കൂട്ടാം, മനുഷ്യനാണ്. എപ്പോഴും പഠിച്ചവൻ എപ്പോഴാണ് നമുക്ക് ഓരോന്ന് തരാമെന്ന് പറയാൻ പറ്റില്ല.
ഇപ്പം എൻ്റെ കാര്യം തന്നെ എൻ്റെ ഉമ്മ എന്നെ പ്രസവിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അപ്പം ഞാൻ ഇങ്ങനെ ആയി. അതുപോലെ ഒരുപാട് അപകടങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളോടത്തുനിന്ന് ചിലർക്ക് പൊള്ളലേൽക്കുന്നു, മറ്റു ചിലർക്ക് വീടിട്ട് കാലൊടിയുന്നു, കൈയൊടിയുന്നു, അല്ലെങ്കിൽ മുഖമൊക്കെ ഇതാവുന്നു. അപ്പോൾ ആ സ്നേഹിക്കുന്ന ഇഷ്ടത്തിനൊരു കോട്ടം പറ്റിക്കഴിഞ്ഞാൽ ആണാണെങ്കിൽ പറയും ആ ഒരു ഇഷ്ടക്കേട് തുടങ്ങി, പിന്നെ വേറെ ഒരു മൈൻഡാവും. അതായത് ആ ഇഷ്ടം കുറഞ്ഞു പോകും. അപ്പോൾ അവിടെ ഇഷ്ടം, അത് ഇഷ്ടം എന്ന് പറയാൻ പറ്റുമോ? എന്നാൽ അതല്ല. എന്നാൽ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. ആരെ ഭാഗം പറയാമെന്നല്ല, സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനീത. എനിക്ക് 6 കുട്ടികളുണ്ട്. ഒരു ഹസ്ബൻഡിനൊരു സ്ട്രോക്ക് വന്നിട്ട് ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാലോ സ്ട്രോക്ക് വന്നാൽ നമ്മളൊക്കെ അവസ്ഥ. എന്നാലോ ഒരു ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചിട്ട് ഒരു സന്തോഷവതിയാന്ന് 24 മണിക്കൂർ വാർത്ത പറയുന്നുണ്ട്. അതാണ് വേണ്ടത്. നമ്മളെ പാർട്ട്ണർക്ക് ഒരു എന്തെങ്കിലും ഒരു വൈകല്യമോ എന്തെങ്കിലും ഒരു കുറവുകളോ വന്നാൽ ഇട്ടിട്ട് പോകുന്ന കാലാണിത്. അത് പെണ്ണും പോകുന്നുണ്ട് കേട്ടോ, പെണ്ണും പോകുന്നുണ്ട്, ആണും പോകുന്നുണ്ട്. എന്നാൽ പോവാത്ത കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ കണ്ടില്ല നമ്മുടെ വീണിട്ട് എന്തോരം ഹാപ്പിയാണെന്ന് പറയും. എന്നാൽ നമ്മൾ ഡെയിലി ബിരിയാണി കഴിക്കണമെന്നല്ല, നമ്മൾ ഡെയിലി പൊറോട്ട ചിക്കൻ ഒന്നും കഴിക്കണമെന്നല്ല. നമ്മളെ കൂടെ നമ്മൾ പറയുന്നത് കേട്ടിരിക്കുക, നമ്മളെ തെറ്റുകൾ മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ ശരിയാണെങ്കിൽ ശരിയാണ്, തെറ്റാണെങ്കിൽ തെറ്റാണ്. നമുക്കൊപ്പം നിൽക്കുക. ഏതൊരവസ്ഥയിൽ തളർന്നു പോകുമ്പം താങ്ങാം. അതാണ് വേണ്ടത്. അതിൻ്റെ പേരാണ് സ്നേഹം. അതിനിപ്പോൾ പ്രേമിച്ച് കല്യാണം കഴിക്കണമെന്നില്ല, അറേഞ്ച്ഡ് മാരേജും ഇല്ല. എങ്ങനെ കഴിച്ചാൽ ഈ ഒരു സംഭവം ഉണ്ടാവണം. ഏതൊരവസ്ഥയിലും ഞാൻ പിൻതാനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഇക്കാൻ്റെ ഭാഗ്യമാണ് പിൻത്താന്ന്. ഏതൊരവസ്ഥയിലും ആ വിൻത എന്താ പറയുക, സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അത്രയും നെഞ്ചോട് ചേർത്തിരിക്കുന്നത് അവരാ ഭർത്താവിനെ. അപ്പോൾ സമ്മതിക്കണ്ട. ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അവരെ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, എന്നെ മോളേന്നാണ് വിളിക്കുന്നത്. അവരെന്നേന്നല്ല, അവരേതാൾക്കാരെയും മോളെന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇന്നാണ് അതെനിക്ക് എൻ്റെ ഗുഡൻസ് മനസ്സിലായത്. അവർ പറയുന്നുണ്ട് അവരെ ഉമ്മ എന്ന പദവി അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. 6 കുട്ടികളെ ഉമ്മാണ് അവർ. അപ്പോൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉമ്മമാരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. ആ ഉമ്മ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു മടിയാട്ടോ ഉള്ളത് പറയാലോ. എൻ്റെ ഉമ്മ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ ഞാൻ കല്യാണം ഒന്നും കഴിഞ്ഞില്ലല്ലോ എന്ന് പറയാം. എനിക്ക് വേണം അപ്പോൾ കള്ളം പറയാം, പക്ഷെ ഞാൻ കള്ളം പറയില്ല. ഇന്നെന്തിനാ എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ലൈവിലൊക്കെ വരുമ്പോൾ വിളിക്കും, അത് ഇപ്പം ഞാൻ നോക്കുന്നില്ല. പക്ഷെ എന്നെ നേരിട്ട് കണ്ടിട്ട് ആരും വിളിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ആയവർക്കറിയാം അതെനിക്കറിയില്ല. ഈ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നിനക്കറിയാം. അറിഞ്ഞിട്ടല്ല. ഈ സ്നേഹം എന്ന് പറഞ്ഞത് അതാണ്. അല്ലാതൊരു ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. അല്ലാതെ നമ്മളെ മനസ്സിലാക്കുന്നൊരു വ്യക്തിയായിരിക്കണം. അതാണ് സ്നേഹം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ അതവിടെ ഇട്ടിട്ട് പിന്നെ മറ്റൊരു പെണ്ണിനെ തേടി പോകുന്ന ഇന്ന് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നല്ല പകൽമാനിലായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണെന്നൊന്നും നമ്മളിപ്പോൾ പറയണ്ടല്ലോ. ഞാൻ അറിഞ്ഞു തന്നെയാണ് ഞാനീ പറയുന്നത്. ഇന്നിപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ അടുത്ത അതേ സ്പോട്ടിൽ തന്നെ വേറൊരു പെൺകുട്ടി എന്നിട്ടോ ഭയങ്കരതായിട്ട് നടക്കും ചെയ്യും. അങ്ങനെയുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ അവരെ വലയിൽ കുടുങ്ങിയവർക്കൊക്കെ അവർക്കറിയാം. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ ആരാ വലയിലും വീണിട്ട് പറയല്ല. അങ്ങനെ ഇരട്ട മുഖമുള്ള കുറച്ച് ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, സ്ത്രീകളുണ്ട്. എന്താ പറയുക, ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. അങ്ങനെ ആണുങ്ങളെ മാത്രം ഞാൻ ആക്ഷേപിക്കുന്നില്ല, രണ്ടും കണക്കാണ്. എന്നാൽ ഇതിനിടയിൽ പെട്ടുപോകുന്ന ഇത് 2 പേരും ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും ഇത് രണ്ടും ഇല്ലാത്ത സ്ത്രീയും പുരുഷനും ആ ഗണത്തിൽ പെട്ടുപോകും. അയ്യോ ആ പെണ്ണല്ലേ, അയ്യോ ആ പുരുഷനല്ലേ, അത് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അത് പറയാം. എൻ്റെ ഫ്രണ്ടിനെ എന്നെ പോലെ വീൽ ചെയറിൽ, അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹൗസ് ബോട്ട് കയറണം. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവളത് ആരോടും പറഞ്ഞില്ല. എന്നാൽ കല്യാണം കഴിച്ചപ്പോൾ ഇവനോട് പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് ഹൗസ് ബോട്ടൊക്കെ കയറി. എന്നിട്ട് അവൾ ഇൻസ്റ്റയിലെ കെട്ടിയിട്ട് അവൾ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷമായി. എന്ത് കാര്യം അവളപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ഈ വീൽ ചെയർ ബുള്ളറ്റിൻ്റെ ബൈക്കിൻ്റെ ബാക്കിലേക്ക് എത്തും. എന്നിട്ട് അവളെ എത്തും. എന്നിട്ട് അവൾ എല്ലാ സ്ഥലത്തും അവൾ പോകുന്നുണ്ട്. അവൾ കാണാത്ത അവൾ പറയുന്നുണ്ട് അവൾ ഹാപ്പിയാണെന്ന് അവൾ പറയുന്നുണ്ട്. അവൾ എന്നോട് ആദ്യം എന്താ പറഞ്ഞാൽ, എടാ നമുക്ക്
ഇങ്ങനെയൊന്നുമില്ല, നമുക്ക് നല്ല ലൈഫൊന്നും ഉണ്ടാവില്ല, മാത്രമല്ല നമുക്ക് ഇങ്ങനെ ജീവിച്ച് തീർക്കാം. അപ്പോഴും ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവണം എന്നൊക്കെ. അപ്പോൾ അവൾ പറഞ്ഞു അള്ളാഹു വിധിച്ചെങ്കിൽ ഉണ്ടാവട്ടെ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടായി. അവളെ മനസ്സിലാക്കുന്ന ഒരാൾ എന്തായാലും മരണം വരെ ഉൾക്ക് അങ്ങനെ ആ ഓളം ഭർത്താവായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. അങ്ങനെ ഓരോരുത്തരുണ്ട്. നമ്മളെ വീഴ്ത്ത എന്തോ ഒരു സ്നേഹമാണ്. അതും എനിക്ക് നോക്കി നിന്നു. കാരണം ഇങ്ങനെ വേണം. അതിപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടായിട്ട് പുരുഷന്മാർ നോക്കുന്നതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത്ര ഭാര്യനെ അത്രയും കെയർ ചെയ്യുന്ന ഞാൻ എൻ്റെ കൺമുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പുരുഷന്മാരെ മാത്രമല്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ വിചാരിച്ചിട്ടാണ് വീട്ടിലെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരി തുല്യമാണ്. പക്ഷെ എന്നെ വിളിക്കുന്നത് മോളെ എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടാൻ്റെ ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഭിസംബോധന ചെയ്യുന്നത് അത് എന്തിനാന്ന് വെച്ചാൽ ആ ഉമ്മ എന്ന പദവിക്കാണ്. അത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അത്രത്തോളം വീട്ട സ്നേഹിക്കുന്നുണ്ട് ഉമ്മ എന്ന പദവി. അപ്പോൾ എത്ര നല്ല മനസ്സായിട്ടാണ്. പക്ഷെ ചിലർ കാണില്ല അതൊന്നും. ചിലർ അതൊന്നും കാണില്ല. നമ്മളെ നെഗറ്റീവ് കണ്ടെത്താൻ എന്തെങ്കിലും ശ്രമിക്കുകയുള്ളൂ. എനിക്ക് പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. എനിക്ക് പിന്നെ നിങ്ങൾക്കറിയാലോ. എനിക്ക് പിന്നെ വേഗം പറയും കുട്ടിയാണ്, മറ്റേതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജ് ഇതിലേക്കൊന്നല്ല ക്രൈസ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. സ്നേഹം എന്നാൽ പരസ്പരം വിശ്വാസം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെ ജയം തോൽവിയും സ്നേഹം കൊണ്ടായിരിക്കണം, അല്ലേ? അതല്ലേ വേണ്ടത്? ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും അത് സ്നേഹത്തിന് മുന്നിലായ ഒരു കുഴപ്പമില്ല. അതാണ് വേണ്ടത്. അല്ലാണ്ട് ഒരാളെ ചീറ്റ് ചെയ്തുകൊണ്ട് ഒന്നും നേടൂല. അതൊക്കെ ഒരു ആയുസില്ലാത്തൊരു സംഭവമേ ഉള്ളൂ. ജനങ്ങളെ കബളിപ്പിക്കുക. പക്ഷെ ആരെ പറ്റിച്ചാലും പഠിച്ചോനെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഞാൻ കുറേ ആളുകൾ പറയുന്നുണ്ട് യൂട്യൂബ് മണി ഹറാമാണ്. എനിക്ക് യൂട്യൂബ് മണിയൊന്നും കിട്ടിയിട്ടില്ല, മോണി പോലും ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും ഞാനൊരു കുറ്റമായിട്ടല്ല. ഞാൻ അള്ളാനെ മറന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നതൊക്കെ സത്യസന്ധമായിട്ടാണ്. എൻ്റെ ലൈഫിലുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ലൈഫിലുള്ളതല്ല, ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് പറഞ്ഞത്. എൻ്റെ ഒരു കൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി എപ്പോഴാണ് അറിയില്ല, ഓരോരുത്തരും ട്രോളാണ്, പറയാൻ പറ്റില്ല. എപ്പോൾ റീച്ചില്ലാത്തത് നോക്കണ്ട. എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് തോണ്ടിക്കൊണ്ടായാലോ, അവൾക്ക് തസ്ലീം മീഡിയൊക്കെ ഇതുണ്ടെന്ന് ഇപ്പോൾ പേടിയാണ് പറയാൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.